അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ കാണുന്ന ഈ സ്ക്രീനിൽ കാണുന്ന ഈ സ്വലാത്തുണ്ടല്ലോ, ഈ സ്വലാത്ത് ചൊല്ലിയാൽ തീർച്ചയായും നിങ്ങളുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, എല്ലാ വിഷമങ്ങളും മാറിക്കിട്ടാൻ ഈ സ്വലാത്ത് കൊണ്ട് സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ചൊല്ലുന്ന ഓരോ സ്വലാത്തിനും അതിൻ്റേതായ ഒരുപാട് കൂലികൾ നിങ്ങൾക്ക് ലഭിക്കും. കാരണം ഇനി വരാൻ പോകുന്ന റബീഉൽ അവ്വൽ മാസം നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു ജന്മദിനം കൊണ്ട് അനുഗ്രഹമാക്കപ്പെട്ട ഒരു പുണ്യ മാസമാണ് റബീഉൽ അവ്വൽ. ആ മാസത്തിൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിയാൽ തീർച്ചയായും അതിൻ്റെ റഹ്മത്ത്, അതിൻ്റെ ബറക്കത്ത് നമുക്കും നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ വീടുകളിലൊക്കെ ലഭിക്കും. അതിനുതകുന്ന ഒരു സ്വലാത്താണ് ഈ സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറയുന്ന നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ സ്വലാത്ത്. ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലുക. ദിവസത്തിൽ 100 തവണയെങ്കിലും, 100 പ്രാവശ്യമെങ്കിലും ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയാൽ അതിൻ്റെതായ റിസൾട്ട്, അതിൻ്റെ ഫലം നിങ്ങളെ തേടിയെത്തും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഞാൻ ഒന്ന് ആ സ്വലാത്ത് പറഞ്ഞു തരാം, നിങ്ങളത് ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിന മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി വഅസ്ഹാബിഹി ഹഖ് ഖദ്രിഹി വമിഖ്ദാരിഹിൽ അലീം. അപ്പോൾ എന്ത് ചെയ്യുക? ഈ സ്വലാത്ത് തീർച്ചയായും നിങ്ങൾ ചൊല്ലുക, നിങ്ങൾ പറയുക. അതിൻ്റെതായ പ്രതിഫലവും അതിൻ്റെതായ റിസൾട്ട് തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ചൊല്ലുന്ന ഒരു സ്വലാത്തിനും അതിൻ്റെതായ റിസൾട്ട് കിട്ടാതിരിക്കില്ല എന്നുള്ള വിശ്വാസം എപ്പോഴും നിങ്ങൾക്ക് വേണം. അത് കിട്ടും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ സ്വലാത്ത് ചൊല്ലുക. ഈ സ്വലാത്ത് നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഓരോ 5 വഖ്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ഇത് പറയാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്. നാളത്തെ ബുധൻ, നമുക്കറിയാം നാളെ ബുധനാണ്, സഫർ മാസത്തിലെ ഒടുവിലത്തെ ബുധൻ കൂടിയാണ്, അവസാനത്തെ ബുധനാണ്, നെഹസിൻ്റെ ദിവസം കൂടിയാണ്. ആ ദിവസത്തിൽ പരമാവധി എന്ത് ചെയ്യുക? അള്ളാഹുവിനോട് എന്ത് ചെയ്യുക? നിങ്ങൾ ദുആ ചെയ്യുക. എല്ലാ മുസീബത്തുകളെ തൊട്ട് കാക്കാനും എല്ലാ അദാബുകളിൽ നിന്ന് രക്ഷ തേടാനും അള്ളാഹുവിലേക്ക് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. കൂട്ടത്തിൽ ഈ ദുആയും കൂടി ചെയ്യുക. റബ്ബന ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ റബ്ബന വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ റബ്ബന വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ എന്ന ഈ വചനം കൂടി പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അള്ളാഹുവിൻ്റെ എല്ലാ അദാബുകളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാൻ നമുക്ക് എല്ലാ സഹായവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ആത്മാർത്ഥമായി എന്ത് ചെയ്യുക? ഈ പറഞ്ഞതൊക്കെ ചൊല്ലുക. ഈ പറഞ്ഞ സ്വലാത്തുകളും ഈ പറഞ്ഞ ദിക്റുകളും വചനങ്ങളൊക്കെ എല്ലാവരും പറയാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും, ബുദ്ധിമുട്ടുകളും, ദുഃഖങ്ങളും, വിഷമങ്ങളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. പടച്ച തമ്പുരാൻ നമ്മുടെ കുടുംബങ്ങളിൽ സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ അദാബുകളിൽ നിന്നും പടച്ച തമ്പുരാൻ നമുക്ക് കാവൽ നൽകട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക? ഈ പറഞ്ഞതൊക്കെ ചൊല്ലുക. തീർച്ചയായും അതിൻ്റെ പ്രതിഫലം തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.